നമസ്കാരം. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വീണ്ടും അവതരിപ്പിക്കേണ്ടി വരും എന്ന് തോന്നിയിരുന്നില്ല. 2 ദിവസം മുമ്പാണ് NTV കോവിഡിൻ്റെ അന്താരാഷ്ട്ര ചിത്രത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അന്ന് അത് പ്രസൻറ്റ് ചെയ്യാനിരിക്കുന്ന സ്റ്റുഡിയോയിൽ വെച്ചിരുന്ന താക്കോലും പൂട്ടും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും എന്ന് കരുതിയിരുന്നില്ല. NTVയുടെ റിപ്പോർട്ട് ആരംഭിക്കുന്നു. കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സർക്കാരുകൾക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ട്, ഒരപേക്ഷ കാത്തുകിടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരി ഇങ്ങനെയാണ്: ദ വിറ്റാമിൻ ഡി സ്റ്റിമുലേറ്റ്സ് ബോഡീസ് ഓൺ സിന്തസിസ് ഓഫ് ആൻറ്റിവൈറൽ സബ്സ്റ്റൻസസ് which specifically block the spike protein necessary for the docking mechanism of COVID-19 to the receptor protein ACE2. ആദ്യ റിപ്പോർട്ടിൽ ACE2വിൻ്റെ കഥ ഞാൻ പറഞ്ഞു. മനുഷ്യ കോശങ്ങളിൽ, നമ്മുടെയൊക്കെ കോശങ്ങളിൽ ഉള്ള ACE2 ഇതിനെ റിസീവ് ചെയ്യുന്ന വൈറസുകൾക്ക് കയറുമ്പോൾ പ്രവേശനം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ACE2 ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 എന്നാണ് അതറിയപ്പെടുന്നത്. അതാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആക്രമണങ്ങളിൽ നിന്നും കോശത്തിൻ്റെ പ്രവേശന കവാടം അതിന് പൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ACE2. ആ ACE2 തുറന്നാണ് വൈറസ്, നമ്മുടെ ഇപ്പോഴത്തെ കോവിഡ് വൈറസ് അകത്ത് കയറി എല്ലാ കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ താക്കോലിൻ്റെ ഇന്ന് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് 2 സർക്കാരുകളുടെയും മുമ്പിൽ, കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും മുമ്പിൽ ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത്, ബോഡീസ് ഓൺ വൈറ്റമിൻ ഡി സ്റ്റിമുലേറ്റ്സ് ബോഡീസ് ഓൺ സിന്തസിസ് ഓഫ് ആൻറ്റിവൈറൽ സബ്സ്റ്റൻസസ് വിച്ച് സ്പെസിഫിക്കലി ബ്ലോക്ക്, ആരെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ദ സ്പൈക്ക് പ്രോട്ടീൻ നെസസറി ഫോർ ദ ഡോക്കിംഗ് മെക്കാനിസം ഓഫ് COVID-19. ഈ ശരീരത്തിനകത്തോട്ട് പോയി ഈ ACE2വിൽ ഡോക്ക് ചെയ്താൽ മാത്രമേ വൈറസിന് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അകത്തോട്ട് കയറുന്നതിനെ തടയുന്ന സിന്തസിസ് ഓഫ് ആൻറ്റിവൈറൽ സബ്സ്റ്റൻസ്, അങ്ങനെ ഒരു പുതിയ സബ്സ്റ്റൻസിനെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച്, കോശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് ഈ വൈറസിൻ്റെ പ്രവേശനത്തെ തടയുന്ന, ഡോക്കിംഗ് സാധ്യമല്ലാതാക്കി തീർക്കുന്ന ഒരു നിർദ്ദേശം, ഒരു പഠന റിപ്പോർട്ട് സർക്കാരുകളുടെ മുമ്പിലുണ്ട്. സർക്കാരുകൾ എന്ത് ചെയ്യുന്നുവെന്ന് ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ബോധ്യമാകും. ഈ ഡോക്കിംഗ് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ 2 ഉദാഹരണം പറയാം. ഒന്ന്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണം. ഏത് കുട്ടികൾക്കും സൈക്കിൾ അറിയാമല്ലോ. സൈക്കിളിൽ ആ ചെയിൻ തെറ്റിപ്പോയാൽ പിന്നെ ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, സൈക്കിൾ മൂവ് ചെയ്യില്ല. അപ്പോൾ പിന്നെ വീണ്ടും ആ ചെയിൻ എടുത്ത് ആ പോക്കറ്റിൽ ഇട്ടാൽ മാത്രമേ സൈക്കിൾ മൂവ് ചെയ്യുള്ളൂ. ഇതാണ് ഒരു ഡോക്കിംഗ്. ചെയിൻ കറക്റ്റായിട്ട് ആ പോക്കറ്റിൽ വന്ന് വീഴുന്നതാണ് ആ ഡോക്കിംഗ്. ഇല്ലെങ്കിൽ ഒരു ഫലവുമില്ലാത്ത പ്രവർത്തനമായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഡോക്കിംഗ് ആണ് വൈറസിൻ്റെ കാര്യത്തിലും. വൈറസിനകത്തോട്ട് വന്ന് ഇരുന്നാൽ മാത്രമേ, തുറന്ന് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്കിംഗ് അസാധ്യമാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഡോക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ സയൻസാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ ഭൗമമണ്ഡലത്തിൽ നിൽക്കുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ പോയി അവിടെ ഒരു സാധനത്തെ ഡോക്ക് ചെയ്യും. ഇവിടുന്ന് പോകുന്ന ഒരു ഫ്ലൈറ്റ് അവിടെ പോയി ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തിട്ടാണ് അത് തമ്മിൽ കണക്ട്. അപ്പോൾ ഭൗമാന്തരീക്ഷത്തിൽ ഒരെണ്ണത്തിനെ തമ്മിൽ കണക്ട് ചെയ്യൽ ഒരു വലിയ ശാസ്ത്രമാണ്. അപ്പോൾ ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിനകത്തും ഇങ്ങനെ ഒരു ഡോക്കിംഗ് നടന്നില്ലെങ്കിൽ കോവിഡ് വൈറസിനെ നമുക്ക് പേടിക്കേണ്ടതില്ല. പക്ഷേ ഇന്നത്തെ ശാരീരിക അവസ്ഥയിൽ വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡി ഇതിനെ തുറന്നു കൊടുക്കാൻ പരുവത്തിൽ, നേരത്തെ ഷീ ഷിങ്ലിയും പാർട്ടികളും അതിനെ എക്യുപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അമേരിക്കയിലെ ശാസ്ത്രജ്ഞരും എല്ലാവരും കൂടി ചേർത്ത് വൈറസിനെ വളരെ തയ്യാറെടുപ്പോടുകൂടി വിട്ടിരിക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് കയറാം. അങ്ങനെ കയറുന്നത് തടയാൻ ഒരു സാധ്യതയുണ്ടെന്ന് മലയാള മണ്ണിൽ, കേരളത്തിൽ, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ സർക്കാരിനെ അറിയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു സർക്കാർ? ഇവിടെയാണ് നമ്മുടെ ശൈലജ ടീച്ചർ, വളരെയധികം അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ശൈലജ ടീച്ചർ ഇന്ന് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ബഹുജനങ്ങളെ അണിനിരത്തി കോവിഡിനെ നേരിട്ടു. കോവിഡ് എന്ന വിപത്തിനെ നേരിട്ട കേരളത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തു. ദയവേത് ഇത്തരം തള്ളലുകൾ കുറയ്ക്കുകയെങ്കിലും വേണം.
പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഈ തള്ളലിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ അല്പം മയത്തിൽ തള്ളണം. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരല്ല മലയാളികൾ എന്നെങ്കിലും കുറഞ്ഞ പക്ഷം നിയമസഭയിലിരിക്കുന്ന വലിയ വലിയ ആളുകൾ, വലിയ നിയമ പണ്ഡിതർ, വ്യാഖ്യാനിക്കാൻ കഴിയുന്നവർ ഇതൊക്കെ പടച്ചു വിടുമ്പോൾ അല്പമൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഒരു മെയിൽ വന്നു. 21/3/20 കഴിഞ്ഞ വർഷം മാർച്ച് മാസം 21-ാം തീയതി ഒരു മെയിൽ വന്നു. അന്ന് കേരളത്തിൻ്റെ സാഹചര്യം എന്താണെന്നറിയാമോ? ഒരാൾ പോലും കോവിഡിൽ മരിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യൻ പോലും മരിച്ചിട്ടില്ല. ആദ്യത്തെ മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് 28 മാർച്ച് 20 മാർച്ച് 28-ാം തീയതിയാണ്. 28-ാം തീയതിക്ക് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഒരു മരണത്തിനും കേരളം നിന്നു കൊടുക്കരുത്, പുതിയൊരു മാർഗമുണ്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു മെയിൽ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വന്നു. അത് ഉറപ്പാക്കി. അങ്ങനെ ഒരു മെയിൽ ആരോഗ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അയച്ചയാൾ പലതവണ ഉറപ്പാക്കി. ഈ മെയിലിൻ്റെ പുറത്ത് മന്ത്രി എന്ത് തീരുമാനമെടുത്തു? മെയിലിൽ പറഞ്ഞിരിക്കുന്നത് ആൻ ഇഫക്റ്റീവ് ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വലിയ താല്പര്യമില്ലല്ലോ. നമുക്ക് 5 സ്റ്റാർ കോസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് തരുള്ളൂ. ആൻ ഇഫക്റ്റീവ് ലോ കോസ്റ്റ് ആൻഡ് വെരി സയന്റിഫിക് അപ്രോച്ച് ഇൻ ട്രീറ്റിംഗ് ദ പ്രസന്റ് വൈറസ് അറ്റാക്ക് ആസ് എ പ്രൂവ്ഡ്, എ വെൽ സ്റ്റഡീഡ് ആൻഡ് വെൽ ഡോക്യുമെന്റഡ് വൺ. ഇതാണ് എൻ്റെ നട്ട്ഷൽ. ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്, ലോ കോസ്റ്റ് ആണ്, വെരി സയന്റിഫിക് ആണ്, വളരെ അധികം ഇഫക്റ്റീവാണ്. ഈ 3 കാര്യങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ഒരു ആരോഗ്യമന്ത്രി, അല്ലെങ്കിൽ പോട്ടെ ആരോഗ്യ വകുപ്പിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും രണ്ടാമതെടുത്ത് വായിക്കും. ജനങ്ങളിങ്ങനെ പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു മറുമരുന്ന് ഒരാൾ നിർദ്ദേശിക്കുന്നു. ഒരു രാമർ പെട്രോൾ എന്ന് തന്നെ കരുതിക്കോളൂ. എന്നാലെങ്കിലും അതൊന്ന് വായിച്ചു നോക്കാതിരിക്കാൻ ഒരാളും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ തയ്യാറാവാതിരിക്കില്ല. എന്നാൽ നമ്മുടെ ലോകപ്രശസ്തിയായ ആരോഗ്യമന്ത്രി, മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ചവറ്റുകൊട്ടയിൽ അത് വിട്ടോ, പാർവതി പുത്തനാറിലോട്ട് പോയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോട്ടിലോട്ട് പോയോ എന്നൊക്കെയുള്ളത് ഇനി ദയവ് ചെയ്ത് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇത് അയച്ചയാൾ വെറും ഒരു വഴിപോക്കനല്ല, സാധാരണ ഒരാളല്ല. ആ അയച്ചയാളുടെ അഡ്രസ്, മേൽവിലാസം കാണുമ്പോഴെങ്കിലും ഇതൊന്ന് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ നോട്ട് എഴുതി അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ 18,000 പേരെ, 8641 പേരെ കൊന്നു കുഴിച്ചു മൂടിയ കേരളത്തിലെ ആരോഗ്യമന്ത്രി തിരിച്ച് ആ ഫയൽ സംബന്ധിച്ച് ഒരു വിളി, ഒരു കുറിപ്പ്, ഒരു നോട്ട് നാളിതുവരെ, 1 വർഷം 14 മാസമായി ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. എന്നാൽ ഈ പറയുന്ന ചികിത്സാ മാർഗങ്ങൾ, മരുന്നുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഇവയൊക്കെ എത്രത്തോളം ഇഫക്റ്റീവാണ് എന്ന് മരണക്കിടക്കയിൽ മരിക്കുമെന്നുറപ്പായ ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചിട്ടുള്ള വേറെ എല്ലാ മരുന്നുകളും പ്രതികൂലമായി, നിഷ്ഫലമായി പോയ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള സന്ദർഭത്തിൽ ഡോക്ടർ ദിഗംബർ നായക്, എന്താണ് MD മെഡിസിൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഡിഗ്രികൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയുണ്ടെന്ന്, DOIH, FIAE, DHA, FAIMP കാർഡിയോളജി, ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഒരു സീനിയർ കാർഡിയോ മെറ്റബോളിക് ഫിസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. Well, in spite of all my precautions that I took so beautifully, I had an accident, and that accident made me end up with COVID, and it was unfortunately a very severe cytokine storm. I was hospitalized and I started with very high dose of steroids, remdesivir, thrombolytics, and anticoagulants, zinc, vitamin C, vitamin D, and all those sort of things. But I started constantly worsening. 5-6 days I was absolutely getting worse every day. It was on the 7th day of admission. Me and my team happened to talk with the other teams in the country. And these 2 doctors, Dr. Lenny and Dr. Anande, convinced my team to start me on high dose vitamin C. That was 25 grams of vitamin C every 6 hours. They made it 100 grams of vitamin C a day. We started at 8 o'clock in the night. Second dose went at 2 a.m. in the morning, and the third dose went at 8 a.m. in the next morning. By that time,
I knew I was responding. I started responding, and from that stage, I came out very, very well. Friends, vitamin C is a very strong antioxidant, a very good anti-inflammatory, and it's an immunomodulator. In that dose, it has an action even on the virus. I had no side effects. I had tremendous side effects from the steroids and remdesivir as well as anticoagulant, but I had no side effect from vitamin C. There were no side effect, and all the centers that I learned they said it's one of the safest drug that they are using for COVID-19. It was safe, it was highly effective, and I definitely recommend this drug, that is vitamin C. It's not a drug, it's just a vitamin, but high dose makes a difference. I do recommend vitamin C in high doses to be started with every patient of COVID-19 who lands up with cytokine storm. Friends, this is a safe bet, as I learned from all those centers who are using vitamin C for cytokine storm. എന്താണ് അദ്ദേഹം പറയുന്നത്? ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ചൊരു കാര്യം വൈറ്റമിൻ സിയെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ സി 100 ഗ്രാം, ഒരു ദിവസം 100 ഗ്രാം, 25 ഗ്രാം, 6 മണിക്കൂർ ഇടവിട്ട് 25 ഗ്രാം വീതം ഹൈ ഡോസിൽ കൊടുത്തപ്പോൾ ഒക്ടോബർ 3-ാം തീയതി പ്രവേശിപ്പിക്കപ്പെട്ടയാൾ 7-ാം തീയതിയാണ് ഈ ഡോസ് സ്വീകരിച്ചു തുടങ്ങിയത്. ബാക്കി അദ്ദേഹം പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അദ്ദേഹത്തിന് തന്നെ അവിശ്വസനീയമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാകിയത്. ഇത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഈ പറയുന്ന പിന്നെ ഡോക്ടർ ദിഗംബർ ഇതിൻ്റെ ഒരു ചാമ്പ്യനായി മാറി. ഇങ്ങനെ ഒരു പ്രതിവിധി ഈ രോഗത്തിനുണ്ട്, നമുക്കത് എത്രയും വേഗം നടപ്പാക്കണമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് 2/11/20 നവംബർ മാസം, മാർച്ചിൽ തുടങ്ങിയത് ചവറ്റുകൊട്ടയിൽ പോയെങ്കിൽ നവംബർ മാസത്തിൽ ICMRന് വീണ്ടും അയക്കുന്നു. അതിനകത്ത് ACE2 പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ACE2വിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ റിസപ്റ്റർ കോവിഡിന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ, ഡോക്ക് ചെയ്യാൻ പറ്റാത്ത തടസ്സമുണ്ടാക്കുന്നതാണ് ഈ വൈറ്റമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന 2 പഴയ ഒരു മരുന്ന് തന്നെയാണ്. ഇത് വീണ്ടും ഫലപ്രദമാണ്. ഹൈ ഡോസിൽ അപ്ലൈ ചെയ്താൽ ഇതിന് പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ ICMRും ഇതിനെ തള്ളിക്കളഞ്ഞു. ഇതിൻ്റെ ബോഡി ഡിഫൻസ് സിസ്റ്റത്തെ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വൈറ്റമിൻ ഡി ലെവൽ കൂട്ടിയാൽ മനുഷ്യ ശരീരത്തിൽ നേരത്തെ വൈറ്റമിൻ സിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ 80 വരെയെങ്കിലും എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ മഹേശ്വർ റെഡ്ഡി, ഡോക്ടർ അരവിന്ദ ജെ ബാംഗ്ലൂരിലെ ഡോക്ടറാണ്. രണ്ടുപേരും ആ വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസിയെ കുറിച്ച് അവർ സംസാരിക്കുന്നു. And these are the key things for us pushing into again another wave of mucormycosis pandemic. So to break this vicious circle, if we can make ourselves fit enough to have a vitamin D level in our body to an extent of 40 to 60 at least, on an average of say 50, all this nonsense would stop in the beginning itself. Even if we get COVID, if we can see so that our vitamin D level is at 80, as we got the results from our own study, that it would prevent COVID to progress from mild to moderate or moderate to severe disease. So we can start the treatment like at home, like maybe a pulse therapy as like a week or 10 days, maybe a 60,000 international units per day. That if you improve the vitamin D levels, we will in a long run will be able to reduce the chances. I'm not telling totally avoid, the reduce the chances of contracting COVID-19 and its complication. ഇനി വൈറ്റമിൻ സിയെ കുറിച്ച് തന്നെ സ്വന്തം അനുഭവവും അദ്ദേഹം ചികിത്സിച്ച ഒരു രോഗിയുടെ അനുഭവം ഡോക്ടർ ലെനി ഡക്കോസ്റ്റ, മുംബൈയിലെ ഡോക്ടറാണ്. ഇവരെല്ലാം ഇന്ന് ഈ പുതിയ സംവിധാനത്തിന്റെ ചാമ്പ്യന്മാരാണ്, വക്താക്കളാണ്. ഡോക്ടർ ലെനി സംസാരിക്കുന്നു. A lot of my patients are well because of vitamin C. The most recent being a 28-year-old boy who was given up for good, saying his parents were told that he would die in 2 days. 3 days ago, he left the ICU in Bombay at Ghatkopar. ഇന്ന് ലോകം മുഴുവൻ 1000-ഓളം ഡോക്ടർമാരുണ്ട്.
കേരളത്തിൽ തന്നെ ഡോക്ടർ സുരജ എൻ വി, ഡോക്ടർ വിജയലക്ഷ്മി, ഡോക്ടർ രജനി, ഡോക്ടർ അമൃത, ഡോക്ടർ വിൽസൺ, ഡോക്ടർ മായാദേവി ശശാങ്കൻ, ഡോക്ടർ എ ശ്രീകുമാർ, പ്രസിഡന്റ് ഇന്ത്യൻ ന്യൂട്രീഷണൽ മെഡിക്കൽ അസോസിയേഷൻ. ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് ഇത്തരം ഡോക്ടർമാരുള്ളപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തനായ പ്രൊഫസർ ഡോക്ടർ ഇയാൻ ബ്രൈറ്റോപ്പ്, ഓസ്ട്രേലിയ, ഇവരെല്ലാവരും ഈ ഒരു പുതിയ ചെലവ് കുറഞ്ഞ കോവിഡ് പ്രതിരോധം, കോവിഡ് ചികിത്സയെക്കുറിച്ച് ഇപ്പോൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ICMR ഇതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ICMR ഒരു വാക്സിൻ്റെ വക്താവാണ്. ഭാരത് ബയോടെക്കുമായിട്ട് ചേർന്ന് വാക്സിൻ ഇന്ത്യയിലും ലോകം മുഴുവനും കച്ചവടം ചെയ്യാനിരിക്കുമ്പോൾ വാക്സിനെ ഒഴിവാക്കുന്ന ഒരു പ്രവർത്തനത്തിന് ICMR തയ്യാറാകുമോ? അതുകൊണ്ട് ICMRന് കഴിഞ്ഞ നവംബറിൽ കൊടുത്ത അപേക്ഷയും അദ്ദേഹം കേരളത്തിൻ്റെ ഹെൽത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പിന്നീട് അറിഞ്ഞ വിവരം. ഹെൽത്ത് സെക്രട്ടറിക്ക് കിട്ടിയിട്ടും സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ 21/3/20 കഴിഞ്ഞ മാർച്ച് മാസം 20, 31/5/21 ഇന്നത്തെ ദിവസം 14 മാസം എത്ര പേരെയാണ് കൊന്നത്? 8641 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. ഇതിന് ശൈലജ ടീച്ചർ ഉത്തരവാദിയല്ലേ? തൻ്റെ മുമ്പിൽ വന്ന ഒരു നിർദ്ദേശത്തെ അവഗണിക്കുന്നതിലൂടെ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയില്ലേ? ഡോക്ടർ ദിഗംബർ അദ്ദേഹത്തിൻ്റെ ജീവൻ സ്വയം രക്ഷപ്പെടുത്തി. ഡോക്ടർ ലെനി അദ്ദേഹം ചികിത്സിച്ച രോഗിയുടെയും ജീവൻ രക്ഷപ്പെടുത്തിയ കഥ പറയുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി ഒരു തീരുമാനം പോലും 14 മാസമായിട്ടും കൈക്കൊള്ളാതെ 8641 പേരെ കൊന്നൊടുക്കി? എൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ ഞാൻ കൊണ്ടുപോയി ചുട്ടരിച്ചു. ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി ഒരു ആളിക്കത്തലായിരുന്നു. അതിന് ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. എനിക്ക് വേദനയുണ്ട്. ഇതുപോലുള്ള 8641 പേർ, 3,20,000 പേർ ഇന്ത്യ മുഴുവൻ. എന്തുകൊണ്ടാണ് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ കേരളത്തിലെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമുണ്ട്, മുഖ്യമന്ത്രിക്കും ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടല്ലോ ശാസ്ത്ര ഉപദേഷ്ടാവ്. ഇതെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഞാനിത് പഠിക്കാൻ വേണ്ടി കേവലം ഒരു 4-5 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. ഒറ്റ ദിവസം, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇത് വായിച്ചപ്പോൾ ഇതിനകത്ത് സത്യമുണ്ട് എന്ന് മനസ്സിലായി. ആ ധൈര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നെ പിടിച്ച് നിങ്ങൾക്ക് ജയിലിലിടാം. അട്ടക്കുളങ്ങരയിലോ പൂജപ്പുരയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടിട്ട് ഉണ്ട തീറ്റിക്കാനോ ചപ്പാത്തി ഉരുട്ടാനോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ അവിടെ നല്ല മട്ടണും ചിക്കനും ഒക്കെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നെ എന്ത് വേണമെങ്കിലും ഭരണകൂടത്തിന് ചെയ്യാം, ഞാൻ തയ്യാറാണ്. ഇനി അവസാനം ഇതാരാണ് നിർദ്ദേശിച്ചത്? കഴിഞ്ഞ 35 വർഷമായി സാറ്റലൈറ്റുകളെ നമ്മൾ നേരത്തെ ഡോക്കിംഗ് പഠിപ്പിച്ചതുപോലെ ഡോക്കിങ്ങിലും സാറ്റലൈറ്റുകളുടെയൊക്കെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ് സജി കെ സാം. ISRO തിരുവനന്തപുരത്ത് ISROയിൽ ജോലി ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ഈ പറയുന്ന വൈറ്റമിൻ സിയെ അടിസ്ഥാനമാക്കി, വൈറ്റമിൻ ഡിയെ അടിസ്ഥാനമാക്കി ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഈ പറയുന്ന വൈറസിന് ACE2 കയറാതിരിക്കാൻ പറ്റുന്ന സ്റ്റിമുലേറ്റ്സ് ബോഡീസ് ഓൺ സിന്തസിസ് ഓഫ് ആൻറ്റിവൈറൽ സബ്സ്റ്റൻസസ്. ഇവന് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ സ്കിഡ് ചെയ്ത് പുറത്തോട്ട് പോകുന്ന തരത്തിൽ ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്ത സജി കെ സാം ISROയിലെ സീനിയർ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ കണ്ടെത്തൽ നടത്തി ഈ സമൂഹത്തെ മുഴുവൻ കൂട്ടിക്കൂട്ടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ആരോഗ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, ICMRന് എല്ലാവർക്കും നിവേദനങ്ങൾ അയച്ചു മടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം? തെറ്റാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ്. സജി കെ സാം ചെയ്തത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പണിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഗുണദോഷിക്കാം. കേവലം 10,000 രൂപ ഈ ചികിത്സയ്ക്ക് വേണ്ടി വരാം. 10,000 രൂപ. ഇവിടെ ഒരു ദിവസം 40,000 രൂപയാണ് ഒരു ദിവസത്തെ ചികിത്സയ്ക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഗൾഫിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചു പറയുന്നു 40,000 രൂപയാണ് ഒരു ദിവസത്തെ ബില്ല്. ഇങ്ങനെ കൊടുത്ത് സമൂഹത്തെ, കുടുംബങ്ങളെ, വ്യക്തികളെ കുത്തുപാള എടുത്തുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ ഇതിനെല്ലാത്തിനും ഉത്തരം പറയണം. അനാവശ്യമായി സൃഷ്ടിച്ച കേരളത്തിലെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ശൈലജ ടീച്ചറാണെന്നും ശൈലജ ടീച്ചറിന് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുവാൻ ഉത്തരവാദിത്വമുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും കേരള സർക്കാരിനോടും ഇന്ത്യൻ സർക്കാരിനോടും വിനയത്തോടെ NTV അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. NTV തിരുവനന്തപുരം 1 9447128083.